ഈ സ്ഥലത്തിനാണ് ഈ എടക്കൽ എന്ന് പറയുന്നത്. എടക്കൽ എന്ന് പേര് വരാൻ കാരണം തലയ്ക്ക് മുകളിൽ കല്ലിരുന്നുണ്ടല്ലേ, രണ്ട് കല്ലിന്റെ അടിയിൽ കല്ല് തന്നിരിക്കുന്നതാണ് എടക്കൽ എന്ന് പേര് വരാൻ കാരണം. അടിയിലെ കല്ല് ഇത് ഏതാണ്ട് 30,000 വർഷമെടുക്കുമ്പോൾ ഒരു ഭൂമികുൽക്കത്തിൽ ഒന്ന് വീണമെന്ന് പറയപ്പെടുന്നത്. ഇതിനകത്ത് BC 4000-നും 6000-നും ഇടയിൽ നവീന ശിലായുഗ മനുഷ്യൻ താമസിച്ച വീടായിരുന്നു. വന്ന ഒരു കല്ലിന്റെ വിളി കൊണ്ട് വച്ചുണ്ടാക്കിയ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അന്ന് സംസാര ഭാഷ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത് ഈ ചിത്രങ്ങളിലൂടെയായിരുന്നു. വ്യക്തമായ ഭാഷ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടുപിടിക്കുന്നത് 1894 മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫോസറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ. നമ്മൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി വരെയില്ല. എല്ലാ ചിത്രങ്ങളൊന്നും തെളിയിക്കപ്പെട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ചിത്രമാണ് ഒരു ഗോത്രത്തോടെ ഇത്ര കാണുന്നത്. രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് ചിലപ്പോൾ ധരിച്ച് നിൽക്കുന്ന ഇത്രയാണ് കാണുന്നത്. ചിത്രത്തിന്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ, ഇത് ബാക്ക് വ്യൂ. ഇവിടെ ഒരു മനുഷ്യന്റെ മുഖം കാണാം, രണ്ട് കണ്ണ്, മൂക്ക്, വായി. അതൊരു ആനയാണ്, രണ്ട് കൈ, കാല്, വാല്, രണ്ട് കൊമ്പ് മുമ്പിലേക്കായിട്ട് ഒരു ആന. അവിടെ ഒരു സ്ത്രീ രൂപം കാണാം. വീണ്ടും ഇവിടെ ഒരു സ്ത്രീ രൂപം കാണാം. അതിന്റെ തൊട്ടിപ്പുറത്തൊരു കുട്ടി. ആ കുട്ടിയുടെ തൊട്ട് മുകളിൽ ചെന്നായ പോലത്തെ ചെയ്യണത്. അവിടെ ഒരു ചക്രം കണ്ടില്ലേ, അത് ഒരു പക്ഷെ പൂവായിരിക്കാം അല്ലെങ്കിൽ സൂര്യനായിരിക്കാം. അതിന്റെ മുകളിൽ ഒരു മയിലെ കാണാം. അവിടെ ഒരു സ്റ്റെപ്പ് പോലെ കണ്ടില്ലേ, അത് ഉന്തുവണ്ടിയാണ്. 2300 വർഷം പഴക്കം പറയുന്നത്. ഇതിനെല്ലാം 6000 വർഷം പഴക്കം പറഞ്ഞു. BC 2 വീലൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ, ഉന്തുവണ്ടിയാണ്. 2300 വർഷങ്ങൾക്ക് മുമ്പ് ഉന്തുവണ്ടി ഒരു പുരുഷനും ഒരു സ്ത്രീയും കൈകോർക്കുന്നത് മൊത്തം ചെയ്യുന്ന ചിത്രമായി കാണും. ഈ 2300 വർഷം പഴക്കം പറയുന്നത്. ഇതും ഒരു ഉന്തുവണ്ടിയാണ്. ഇതതിന്റെ ഹാൻഡില്, ഇത് ബോഡി. അതിന്റെ മുകളിൽ ഒരു സ്ത്രീ നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് പോകുന്നതായിരിക്കാം. ഇവിടെ ഒരു സ്റ്റാർ കാണാം. അന്ന് അവർ ഉപയോഗിക്കുന്ന കല്ലിന്റെ ആയുധങ്ങളുടെ ചിത്രമാണ് ഈ കാണുന്നത്. കല്ലിന്റെ ആയുധങ്ങളുടെ ചിത്രങ്ങളാണ് കാണുന്നത്. ഇങ്ങോട്ട് രണ്ട് പാട്ടുകൾ 2300 വർഷം പഴക്കം പറയുന്നത് എന്താണ് ലിപികളാണ്. ഇത് തമിഴ് ബ്രഹ്മി എന്ന് പറയും. തമിഴ് ബ്രഹ്മി. അത് വായിക്കുന്നത് എങ്ങനെയാണ്, പൽപ്പുലി കാത്തക്കാരി വേടുങ്കോമലെ കച്ചവന് നംശാത്തി വായിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അനേകം പുലികളെ കൊന്നൊടുക്കി പ്രശസ്തി നേടിയ നന്ദു എന്ന് പറയുന്ന ഒരു ഗോത്രരാജാവ് ഉണ്ടായിരുന്നുള്ളതാണ് അതിന്റെ അർത്ഥം. താഴത്തേത് പ്രാകൃത സംസ്കൃതമാണ്. അത് താഴത്തേത് പ്രാകൃത സംസ്കൃതം. അത് വായിക്കുന്ന ശ്രീ വിഷ്ണുവർമ്മനാഹ കുടുംബീയ കുലവർദ്ധന ലിഖിതം. കുടുംബീയ വംശത്തിൽപ്പെട്ട ശ്രീ വിഷ്ണുവർമ്മ എന്ന് പറയുന്ന ആൾ കുടുംബസമേതം ഇവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്താൽ എഴുതപ്പെട്ടതെന്നാണ് അതിന്റെ അർത്ഥം. ഈ ചിത്രങ്ങളിൽ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ ചിത്രങ്ങളൊന്നും വേറെ ചെയ്തിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ രണ്ട് പൂ പോലെ കാണുന്നില്ല. അവിടെ ഒരു ചെന്നായ പൊട്ടി ചെയ്യണം. ഇവിടെ ഒരു ചെന്നായ പൊട്ടി ജീവിട്ട് പടം വരത്തി. ഇതൊരു മനുഷ്യരൂപമാണ് കാണുന്നത്. അവിടെ ഒരു മനുഷ്യരൂപം കാണാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ.